കേരളം ബി.ജെ.പി. ഭരിക്കണം, കേരളം ബി.ജെ.പി. ഭരിച്ചാലേ വലിയ കേരളമാവും, വികസനം വരും, അങ്ങനെയൊക്കെയാണ് ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. എന്നാൽ നരേന്ദ്രമോദിയെ പ്രേമിക്കുന്നവർ, ഇനി ബി.ജെ.പിക്ക് വോട്ടിടുമെന്ന് വിചാരിക്കുന്നവർ ഈ വീഡിയോ ഫുള്ളായി കാണണം. നരേന്ദ്രമോദി കാണിക്കുന്ന വൃത്തികേടും നരേന്ദ്രമോദി കാണിച്ച വലിയൊരു തട്ടിപ്പും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് പുറത്തുവിടുന്നത്. എല്ലാത്തിൻ്റെയും അതിൻ്റെതായിട്ടുള്ള തെളിവുണ്ട്. ഈ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇന്ത്യയെ കൊലക്ക് കൊടുക്കുന്നു എന്നുള്ള മഹാസത്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനു മുമ്പ് പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങളൊരു പക്ഷേ നരേന്ദ്രമോദി പ്രേമികളായിരിക്കും, എന്നാലും വീഡിയോ ഫുള്ളായി കാണണം. നമ്മുടെ രാജ്യത്തെ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് നരേന്ദ്രമോദി വോട്ട് പിടിക്കുന്നു, ആ വലിയൊരു സത്യം, ആ വലിയൊരു കള്ളത്തരം നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് പൊന്നു പ്രേക്ഷകരെ ഒരു കാര്യം പറയാം. എനിക്ക് വലിയ ഭീഷണിയായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നരേന്ദ്രമോദി കാണിക്കുന്ന വൃത്തികേട് നാലാളിലേക്ക് എത്തണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ നാലാളിലേക്ക് എത്തപ്പെടും. അതിനാണ് അങ്ങനെ പറഞ്ഞത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിലവിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും ബി.ജെ.പി. അട്ടിമറിച്ച് ജയിക്കുകയാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ്, ഇലക്ട്രിക് മിഷന്, അതായത് ഇലക്ഷൻ മിഷന് ഇവർ ഹാക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ബി.ജെ.പി. ജയിക്കുന്നത് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി എങ്ങനെ വിജയിക്കുന്നു, മിഷൻ ഹാക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ചിലർ പറയുന്നത് നരേന്ദ്രമോദി മിഷൻ ഒന്നും ഹാക്ക് ചെയ്യുന്നില്ല, ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഭരണം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് വോട്ടിടുന്നത് എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പ്ലേ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഓരോന്ന് ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. എങ്ങനെയാണ് നരേന്ദ്രമോദി ജയിക്കുന്നത് എന്നുള്ള ഉത്തരം നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിലുണ്ട്. മൊത്തത്തിൽ നിങ്ങൾ കേൾക്കണം. ഓക്കെ, നമസ്കാരം. നമ്മുടെ ഭരണഘടനയുടെ മുമ്പിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരേപോലെ ആയിരുന്നു. ഇവിടെ ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 3 പേര് ഭരണഘടനയ്ക്ക് മുകളിലാണ്. അവർ എന്ത് കുറ്റം ചെയ്താലും ഒരു കോടതിക്കും അവരുടെ മുകളിൽ കേസ് ചുമത്താൻ പറ്റില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എന്ത് കുറ്റം ചെയ്താലും, ഒരു കൊലപാതകം ചെയ്താൽ പോലും ഇന്ത്യയിലെ ഒരു കോടതിക്കും അവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല. ആരാണ് അവർ? ഇവർ തന്നെ പറയുന്നുണ്ട്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തന്നെ പറയുന്നത്. ആരാണ് ആ 3 പേർ? എന്ത് തെറ്റാണ് ആ 3 പേർ ചെയ്തത്? കേട്ടു നോക്കാം. ഞാൻ പറയുന്നത് കള്ളമല്ല. നിങ്ങൾ കരുതുന്നത് പോലെ മോദിയും ഷായും ഒന്നുമല്ല അവർ. പിന്നെ ആരാണെന്നല്ലേ പറയാം. 2022 അവസാനം എത്തിയപ്പോഴേക്കും മോദിയും അമിത്ഷായും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു 2024 തെരഞ്ഞെടുപ്പിൽ അവർ വൻ പരാജയത്തെ നേരിടാൻ പോവുകയാണ് എന്ന്. ക്രിമിനൽ ബുദ്ധിയുള്ള അവരുടെ തലയിൽ തെളിഞ്ഞു വന്ന ഏക മാർഗം എന്തു വില കൊടുത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നതാണ്. അതിനവർ കണ്ടുപിടിച്ച കൂട്ടാളിയായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. 2023 മാർച്ചിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇനി മുതൽ ഒരു നിഷ്പക്ഷ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുക്കും എന്ന്. അതായത് പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്ന സെലക്ഷൻ കമ്മിറ്റി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷമായ നമ്മുടെ രാഹുൽ ഗാന്ധി ഒക്കെ ചെക്ക് ചെയ്തിട്ട് പാർട്ടി ഒന്നുമില്ലാത്ത ഒരുത്തനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് സുപ്രീം കോടതി ബില്ല് പാസ്സാക്കിയത്. എന്നാൽ നരേന്ദ്രമോദിയും കൂട്ടാളികളും ചെയ്തത്. ഇത് മോദിക്ക് ഒരു വലിയ തിരിച്ചടിയായി. ഈ കോടതി വിധിയെ മറികടക്കാൻ ബി.ജെ.പി. സർക്കാർ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കാൻ തീരുമാനിച്ചു. ഈ ഗൂഢപദ്ധതി നടപ്പിലാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഒരു ഞെട്ടിക്കുന്ന ആവശ്യം അവർക്ക് മുമ്പിൽ വെച്ചു. 2024 തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ നടത്തിത്തരാം, പക്ഷെ ഈ തട്ടിപ്പിനിടയിൽ ഞാൻ ചെയ്യുന്ന ഏത് കുറ്റത്തിനും എനിക്ക് കേസുകൾ നേരിടേണ്ടി വരരുത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുകയാണ് ബി.ജെ.പിയോടും മോദിയോടും, ഞാൻ എങ്ങനെ വേണമെങ്കിലും, നിങ്ങൾക്ക് 500 സീറ്റ് വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം, 300 സീറ്റ് വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം. അതായത് കോൺഗ്രസിലേക്ക് 3 വോട്ട് ഇട്ടാൽ 1 വോട്ടാണ് വീഴുന്നത്, 2 വോട്ട് ബി.ജെ.പിക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ റെഡിയാക്കി തരാം, പക്ഷേ എനിക്കെതിരെ ഒരു കേസും വരരുത് എന്ന് നട്ടലില്ലാത്ത വൃത്തികെട്ട ജന്തു ആയ കമ്മീഷണർ, അവനെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ ഇന്ത്യയെ ചതിക്കുന്ന ആ വൃത്തികെട്ടവൻ പറയുകയാണ്, എനിക്ക് കേസ് വരണ്ട, എനിക്ക് കേസൊന്നും വരില്ലെങ്കിൽ കോൺഗ്രസിന് 3 വോട്ട് പോവുകയാണെങ്കിൽ 1 വോട്ടാക്കി ആ 2 വോട്ട് ബി.ജെ.പിക്ക് ഞാൻ ഇട്ട് തരാമെന്ന് പറയുകയാണ്. ഓക്കെ, തുടർന്ന് എന്താണ് സംഭവിച്ചത്? ഒരു ശിക്ഷയും കിട്ടാത്ത രീതിയിൽ എനിക്ക് സംരക്ഷണം തരണം. തുടർന്ന് സ്വന്തം നേട്ടത്തിന് വേണ്ടി രാജ്യത്തെ ചതിക്കാൻ മടിയില്ലാത്ത മോദി 2023 ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിൽ ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി. പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പാനലിൽ ഉൾപ്പെടുത്തും. അതായത് പ്രതിപക്ഷ നേതാവിനെ വെറും ഡമ്മിയാക്കി മോദി നിയമിച്ച ഒരു മന്ത്രിയും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കുമെന്ന്.
എന്താ അല്ലേ ഇവിടെ, അതായത് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് അട്ടിമറി നടക്കാത്തത്? പ്രതിപക്ഷം സ്ട്രോങ് ആണ്. ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ മിഷൻ ചെക്ക് ചെയ്യാൻ VD സതീശന് അവകാശമുണ്ട്, ഷാഫി പറമ്പിലിന് അവകാശമുണ്ട്, ഗോവിന്ദന് അവകാശമുണ്ട്, കെ സുരേന്ദ്രന് അവകാശമുണ്ട്, പിണറായി വിജയൻ അവകാശമുണ്ട്. അല്ലാതെ പിണറായി വിജയനും ഗോവിന്ദനും മാത്രമല്ല ഈ മറ്റേ മിഷൻ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ ഇവറ്റകൾ വൃത്തികെട്ട നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു? അങ്ങനെ പ്രതിപക്ഷ നേതാവിനൊന്നും മൈൻഡ് ചെയ്യാതെ അവർ തന്നെ മിഷൻ ചെക്ക് ചെയ്തിട്ട് അവർ തന്നെ എല്ലാം റെഡിയായി എന്ന് പറയുകയാണ്. ആരെതിർക്കാനാണ്? എല്ലാ നിയമമൊക്കെ അവരുടെ കയ്യിലല്ലേ. ഓക്കെ, തുടർന്ന് എന്താണ് സംഭവിച്ചത്? ഞാനും അപ്പനും സുഭദ്രയും ചേർന്ന ഒരു ട്രസ്റ്റ്. ഈ നിയമത്തിനുള്ളിലൂടെ ക്ലോസ് 16 എന്ന ഒരു വ്യവസ്ഥ കൂടി അവർ ഒളിപ്പിച്ചു കടത്തി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാർ ഔദ്യോഗിക ചുമതല വഹിക്കുന്നതിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കോടതിക്കും സിവിൽ കേസോ ക്രിമിനൽ കേസോ എടുക്കാൻ സാധിക്കില്ല. അതായത് അവർ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ പോലും അവർക്കെതിരെ കേസ് ചുമത്താൻ രാജ്യത്തെ ഒരു കോടതിക്കും പറ്റില്ല എന്ന്. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഭരണം, അതായത് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയല്ലേ. അയാൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. കാരണം അയാൾ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇപ്പം ഞാൻ പ്രധാനമന്ത്രിയോട് പോയി പറഞ്ഞു എനിക്ക് വീടില്ല പ്രധാനമന്ത്രി, എന്തെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി വലിയൊരാൾക്ക് വിളിച്ചിട്ട് അൽത്തൂനൊരു 20 ലക്ഷം കൊടുക്കുന്ന പറഞ്ഞാൽ കിട്ടും. അതാണ് പ്രധാനമന്ത്രി പവർ. പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു അതാണല്ലേ, അതല്ലേ നിയമം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. 2023 ഡിസംബറിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് ഇരു സഭകളിലും അവതരിപ്പിച്ചു. പാർലമെന്ററി കമ്മിറ്റിക്ക് പോലും വിടാതെ പാസാക്കാനായി വോട്ടിനിട്ട ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. പക്ഷേ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ സ്പീക്കർ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും കൂടി പ്രതിഷേധമുയർത്തിയ 141 പ്രതിപക്ഷ എംപിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത് സഭയ്ക്ക് പുറത്തു നിർത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പുതിയ ബിൽ പാസാക്കി കൊടുത്തു. ഇതെന്ത് നിയമം? പൃഥ്വിരാജിന്റെ ജനഗണമന ആ സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം. അതായത് ഒരു കാര്യം പറയുകയാണ്, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി പറയുകയാണ് വോട്ടിംഗ് മിഷൻ ചെക്ക് ചെയ്യാൻ ഞങ്ങളെയും അനുവദിക്കണം. ഈ പറയുന്ന പ്രധാനമന്ത്രി ഓം ബിർള ഉണ്ടല്ലോ, മറ്റേ സ്പീക്കർ, അവർ പറയുകയാണ് ഇല്ല, നിങ്ങൾക്ക് അങ്ങനെയുള്ള അധികാരമില്ല. അപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തുള്ള എംപിമാർ അതിനെ അനുവദിക്കാത്തപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുകയാണ്. നാണമുണ്ട്. ഇത് ഇന്ത്യ രാജ്യമല്ലേ, ഇവിടെ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ലേ. അതാണ് പറയുന്നത്. നരേന്ദ്രമോദി കട്ടിട്ടാണ് ജയിക്കുന്നത്. നരേന്ദ്രമോദി കട്ടത് കൊണ്ടാണ്, വോട്ട് കട്ടത് കൊണ്ടാണ് ഇന്ന് വലിയ പ്രധാനമന്ത്രിയായത്. ഇത് ചൂണ്ടിക്കാണിച്ചാൽ ഒരു പക്ഷേ എന്റെ യൂട്യൂബ് ചാനൽ തന്നെ എന്നേക്കുമായിട്ടില്ലാതാവും. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ചരിത്രത്തിൽ ആദ്യമായി നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരായ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷണർമാർക്ക് പൂർണ്ണമായ ക്രിമിനൽ ഇമ്മ്യൂണിറ്റി ലഭിച്ചു. ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ രാഷ്ട്രപതിയുടെ ഒപ്പോടെ അത് നിയമമായി മാറി. അത്രയ്ക്ക് ധൃതി പിടിച്ചെടുത്ത ഭീതിപ്പെടുത്തുന്ന ഒരു അട്ടിമറി പ്ലാനിംഗ്. 2024 ജാനുവരി 2 ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ആ നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. തുടർന്ന് 2024 മാർച്ചിൽ ഇലക്ഷൻ കമ്മീഷണർമാരിൽ ഒരാളായ അരുൺ ഗോയൽ തന്റെ കൺമുമ്പിൽ നടക്കുന്ന ക്രിമിനൽ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കാനാകാതെ രാജിവെച്ചു. അതായത് അദ്ദേഹം ഇത്തിരി സത്യസന്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ കൺമുമ്പിലാണ് ഇത്രയും ക്രൂരകൃത്യം നടക്കുന്നത്. ഇതിനെ ക്രൂരകൃത്യം എന്ന് പറയാം. അതായത് ഇന്ത്യയിലുള്ള കോടാനുകോടി ജനങ്ങളെയാണ് മോദി ചതിക്കുന്നത്. ഒരു ഇലക്ഷൻ വരുമ്പോൾ നമ്മളല്ലേ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഞാൻ കോൺഗ്രസിലേക്കോ ഞാൻ LDFിലേക്കോ ഞാൻ BJPക്കോ വോട്ടിട്ട് കഴിഞ്ഞാൽ അത് പോകുന്നത് BJPക്കാണെങ്കിൽ BJPക്ക് വോട്ട് ഇടുന്നല്ല. ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ കോൺഗ്രസിന് വോട്ട് ഇടുന്നു എന്ന് വെച്ചോ, ആ വോട്ട് പോകുന്നത് BJPക്കാണെങ്കിൽ നമ്മൾക്ക് മണ്ടന്മാരാണോ? ഇതിനെ കൊലക്കല്ലേ കൊടുക്കും നരേന്ദ്രമോദി. ഇങ്ങനെ ഭരിച്ചിട്ട് എന്ത് കാര്യമാണ് നരേന്ദ്രമോദി? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഉടൻ തന്നെ മോദി തന്റെ 2 ഡമ്മികളെ കമ്മീഷൻ പദവിയിലേക്ക് നിയമിച്ചു. അട്ടിമറി ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി. അങ്ങനെയാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന നാടകം അരങ്ങേറുന്നത്. വ്യാജ വോട്ടുകൾ, തള്ളിയ നാമനിർദ്ദേശ പത്രികകൾ, തട്ടിപ്പ് വോട്ടേഴ്സ് ലിസ്റ്റുകൾ, മോദിയുടെ വർഗീയ അജണ്ടയ്ക്ക് അനുസരിച്ച് ക്രമീകരിച്ച തെരഞ്ഞെടുപ്പ് തീയതികൾ, അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും കൂടി എല്ലാം അതിവിദഗ്ധമായി മാനേജ് ചെയ്തു. പക്ഷെ ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ടും BJPക്ക് കിട്ടിയത് 240 സീറ്റുകൾ മാത്രം. നോക്കൂ നിങ്ങൾ, BJP ഇത്രയും വലിയ വോട്ടിംഗ് മിഷൻ ഹാക്ക് ചെയ്തിട്ടും കിട്ടിയത് വെറും 240 സീറ്റാണെങ്കിൽ, ഒരു വോട്ട് 3 വോട്ട് കോൺഗ്രസിന് ഇടുകയാണെങ്കിൽ കോൺഗ്രസിന് പോകുന്നത് 1 വോട്ടാണ്. എന്നിട്ട് പോലും 240 ഒതുക്കാൻ പറ്റിയെങ്കിൽ ഒരു പക്ഷേ വോട്ടിംഗ് മിഷൻ ഹാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പൊന്നു പ്രേക്ഷകരെ 100 സീറ്റ് പോലും BJPക്ക് കിട്ടൂല എന്ന മഹാസത്യമല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവർ വീമ്പ് പറഞ്ഞ് 400 സീറ്റ് എന്ന എണ്ണത്തിന്റെ 7 അയലത്ത് പോലും അവരെ എത്തിച്ചില്ല ജനം. ഏറ്റവും കൂടുതൽ ജനസമിതി ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് കടന്നുകൂടി, അതും വ്യാജ വോട്ടുകളുടെ പിൻബലത്തിൽ. അതായത് നരേന്ദ്രമോദി മത്സരിച്ച അവിടെ പോലും മോദിക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്നാണ്.
അവിടെയൊക്കെ എങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ തന്നെ നോക്കണം. അതായത് 10 വോട്ട് കോൺഗ്രസിന് കുത്തിയാൽ ഒരു പക്ഷേ ഒന്നായിരിക്കും പോകുന്നത്. ഇതെന്റെ നിഗമനമാണ് വോട്ടിംഗ് ഹാക്ക് ചെയ്തു എന്ന്. അങ്ങനെ പോയി എന്ന് ഞാൻ പറയുന്നില്ല. വോട്ട് മിഷൻ ഹാക്ക് ചെയ്തു എന്ന് ഇതിൽ നമുക്ക് ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ വാദം ശരിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നരേന്ദ്രമോദി അടക്കം കഷ്ടിച്ചാണ് വിജയിച്ചത്. ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടും എന്താണല്ലേ. മോദിയോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ നല്ലൊരു നട്ടലുള്ള പ്രധാനമന്ത്രിയാണെങ്കിൽ മോദി, രാഹുൽ ഗാന്ധി പറയുന്ന പോലെ നിങ്ങൾ ഇലക്ഷൻ ഒന്ന് ചെയ്ത് നോക്ക്. ഉറപ്പായിട്ടും മോദിക്കറിയാം, മോദി മമ്മീസും എല്ലാം പൊട്ടുമെന്നറിയും. ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ അതായത് 10 വോട്ട് കോൺഗ്രസിന് ഇട്ടാൽ 1 വോട്ടാണ് കോൺഗ്രസിന് പോകുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ ജയിക്കണം. നോക്കൂ എന്തൊരു അവസ്ഥയാണല്ലേ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. വോട്ട് തട്ടിപ്പില്ലായിരുന്നെങ്കിൽ BJPക്ക് 180 സീറ്റ് പോലും കിട്ടുമായിരുന്നില്ല എന്നർത്ഥം. സുഹൃത്തുക്കളെ, ഇതാണ് സത്യം. രാജീവ് കുമാറും അയാളുടെ കൂട്ടാളികളായ 2 ഇലക്ഷൻ കമ്മീഷണർമാരും പൂർണ്ണമായ നിയമസംരക്ഷണം നേടുന്നു. രാജ്യം മുഴുവൻ ഈ മോഡൽ നടപ്പിലാക്കാൻ മോദി പിന്നീട് രാജീവ്കുമാറിനെ മാറ്റി ബീഹാർ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിൽ തങ്ങളുടെ പങ്കാളിയായ ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചു. ഓർക്കുക, ഇവരെ കോടതികൾക്കൊന്നും തൊടാനാകില്ല. എന്താണല്ലേ, എങ്ങനെയാണ് കോടതി തൊടേണ്ടത്? എനിക്ക് പ്രിയ നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്ന നരേന്ദ്രമോദിയുടെ കൂട്ടാളികളോട് ഒരു കാര്യം പറയുക, ഇന്ത്യയെ വിൽക്കുന്നില്ലേ? നമ്മൾ അധികാരം പിടിക്കേണ്ടത്. ജനങ്ങൾ നല്ലത് ഭരിച്ചിട്ടാണ്. നരേന്ദ്രമോദി വർഗീയതൊന്നും കൊണ്ടുവരാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടിട്ട് നല്ല രീതിക്ക് ഇന്ത്യ ഭരിച്ചാൽ എല്ലാവരും വോട്ടിടൂലേ നരേന്ദ്രമോദിക്ക്? ഇത് വികസനം എന്ന് പറയുന്ന ഒന്നും ചെയ്യുന്നില്ല. മറ്റേ ജയ് ശ്രീറാം വിളിച്ചിട്ട് പാവങ്ങളായ ഹൈന്ദവരെയും പാവങ്ങളായ മുസൽമാനുകളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കുകയാണ്. എന്താണ് നരേന്ദ്രമോദി? ഇങ്ങനെയാണോ നിങ്ങൾ വോട്ട് പിടിക്കേണ്ടതല്ല. നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇവിടെ ജാതി മതം നോക്കാതെ ഇതൊരു ജനാധിപത്യ ഇന്ത്യയാണ്. എല്ലാവർക്കും ഒരേപോലെ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഭരിച്ചിട്ടാണ് മിസ്റ്റർ മോദി നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത്. അല്ലാതെ വോട്ടിംഗ് മിഷൻ ഹാക്ക് ചെയ്തിട്ടല്ല മോദി. നമുക്ക് കേരളത്തിലെ BJPയുടെ വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് അവസാനത്തെ ഒരു ഭാഗം കൂടി, ക്ലിപ്പും കൂടി നമുക്ക് കേൾക്കാം. അതായത് ഒരു പക്ഷേ എനിക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എവിഡൻസ് വേണമല്ലോ. ഈ സ്ത്രീ പറയുന്നത് മുഴുവനായിട്ടും വെച്ചിട്ടില്ല എന്ന് ചിലപ്പോൾ കെ സുരേന്ദ്രൻ പോയി കോടതിയിൽ പറഞ്ഞാൽ, അതുകൊണ്ട് മൊത്തത്തിൽ വെച്ചേക്കാം. നാഴികയ്ക്ക് 40 വട്ടം യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു നടന്നിരുന്നവർ ഇന്ന് ഈ രാജ്യത്തുണ്ടായിരുന്ന യൂണിഫോം ക്രിമിനൽ കോഡ് മാറ്റി. അവർക്ക് വേണ്ടത് നടത്തി കൊടുക്കുന്നവരെ അവർ ഈ രാജ്യത്തെ ക്രിമിനൽ നിയമത്തിന് പുറത്താക്കി. പക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ ക്രിമിനൽ സംഘം ഒന്നോർക്കണം, ഈ തട്ടിക്കൂട്ട് നിയമം അവരെ ജനങ്ങൾ വിധിക്കുന്ന ശിക്ഷയിൽ നിന്ന് എല്ലാ കാലവും സംരക്ഷിക്കാൻ പോകുന്നില്ല എന്ന്. ഈ രാജ്യദ്രോഹം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിമിനൽ സംഘത്തിലെ ഓരോരുത്തരും ശിക്ഷിക്കപ്പെടണം. അവർക്കുള്ള വിധി കാലം കാത്തുവച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പിലാക്കപ്പെടും, ഉറപ്പ്. അത് ഉറപ്പാണ്. ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, മുമ്പൊക്കെ കർമ്മ എന്ന് പറയുന്ന ഒരു സംഗതി, ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ, മുമ്പത്തെ കാര്യം പറയുകയാണ്, ഞാനൊരു തെറ്റ് ചെയ്താൽ 10-20 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ അതിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടുന്നില്ല. തെറ്റ് ചെയ്യുന്ന നല്ല ഹാപ്പി ആയിട്ടാണ് മുമ്പ് ജീവിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. കർമ്മ അത് ഫട്ടാഫട്ടാണ്, സ്പീഡാണ്. ഇന്ന് ഞാനൊരു തെറ്റ് ചെയ്താൽ നാളെ എനിക്ക് പണി കിട്ടും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ എത്ര വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. 10 വോട്ട് കോൺഗ്രസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 1 വോട്ട് മറ്റേ കോൺഗ്രസിലേക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 9 BJPക്ക് പോകുന്നുണ്ടെങ്കിലും മിസ്റ്റർ നരേന്ദ്രമോദി, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കോൺഗ്രസിലേക്ക് വോട്ടിട്ടുകൊണ്ട് നിങ്ങളുടെ അധികാരം ഇല്ലാതാവുന്നതിൽ യാതൊരു തർക്കവുമില്ല മോദിയെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ്. എല്ലാത്തിനും നിങ്ങൾ കേരളത്തോടും ഇന്ത്യയോടും മൊത്തത്തോടും ലോകത്തോടും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും മിസ്റ്റർ നരേന്ദ്രമോദി. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി എനിക്കൊന്ന് എങ്ങനെയെങ്കിലും ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് താന്ന് പറയുകയാണ്. ഒരൊറ്റ കാര്യം പറയുകയാണ്, തൃശ്ശൂർ ഭരിക്കുന്ന സുരേഷ് ഗോപിയുടെ അവസ്ഥ. തൃശ്ശൂർ ഒന്ന് എനിക്ക് താന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ഭരിച്ചത്. എന്നാൽ അതിനുശേഷം തൃശ്ശൂരിനെ തിരിഞ്ഞു നോക്കുന്നില്ല സുരേഷ് ഗോപി. അപ്പോൾ നമ്മൾ ഇവർക്ക് വോട്ട് കൊടുത്താൽ എന്താവും അവസ്ഥ? നിങ്ങൾ തന്നെ ചിന്തിക്കണം. കേരളം ഭരിച്ചാൽ ആദ്യം ബീഫ് നിരോധിക്കും. ഇതാണോ ഇവിടുത്തെ പ്രശ്നം? ബീഫ് നിരോധിക്കുന്നതാണോ നമ്മുടെ വലിയ പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ മുസൽമാനും ക്രിസ്ത്യാനും ഹിന്ദുവും ഹൈന്ദവർ എല്ലാവരും പ്രശ്നം ആർക്കൊക്കെ ഉണ്ട്, കടം ആർക്കൊക്കെ ഉണ്ട്, വീട് ആർക്കൊക്കെ ഇല്ല, ഇതൊക്കെ നമ്മൾ പരിഹരിക്കേണ്ടതല്ല. അല്ലാതെ ആര് ബീഫ് കഴിക്കണം, ആര് ക്രിസ്മസ് ആഘോഷിക്കണം, ആര് ദീപാവലി ആഘോഷിക്കണം, ആര് റമദാൻ ആഘോഷിക്കണം, ഇതാണ് നമ്മുടെ പ്രശ്നം. ഇവർ വിചാരിക്കുക ബീഫ് നിരോധിച്ചാൽ വലിയ എന്തോ സംഭവം എന്ന്. നമ്മൾ കേരളക്കാർ നല്ല പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഇവർക്ക് പിടിക്കുന്നില്ല. അപ്പോൾ പൊന്നു പ്രേക്ഷകരോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവം. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.